തിരുവനന്തപുരം വർക്കലയിൽ വീട്ടുകാർക്ക് ഭക്ഷണത്തിൽ ലഹരിമരുന്ന് ചേർത്ത് മയക്കിയ ശേഷം കവർച്ച നടത്തിയ കേസ് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. വീട്ടുജോലിക്കാരുടെ വേഷത്തിലെത്തിയ നേപ്പാൾ സ്വദേശിനിയും കൂട്ടാളികളും കൊടും കുറ്റവാളികളെന്നാണ് സൂചന. ഇവർ കേരളത്തിൽ മാത്രമല്ല മറ്റിടങ്ങളിലും സമാനമായ രീതിയിൽ കവർച്ച നടത്തിയതായാണ് പോലീസ് നൽകുന്ന വിവരം. രക്ഷപ്പെട്ട സംഘത്തിനായി അന്വേഷണം നടത്തുന്നതിനിടെ കേസിലെ ഒരു പ്രതി കസ്റ്റഡിയിലിരിക്കെ മരിച്ചു. നേപ്പാൾ സ്വദേശി രാംകുമാറാണ് മരിച്ചത്. അയിരൂർ പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയാണ് വീട്ടുജോലിക്കാരിയുടെ സഹായത്തോടെ രാംകുമാറും സംഘവും മോഷണം നടത്തിയത്. നാടിനെ ഒന്നാകെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ കവർച്ചാ സംഭവത്തിലെ പ്രതികളിൽ ഒരാളാണ് കോടതി മുറിയിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. നേപ്പാൾ സ്വദേശി രാംകുമാറാണ് ഇന്ന് വർക്കലയിലെ മജിസ്ട്രേറ്റ് കോടതി മുറിയിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. മിനിഞ്ഞാന്നായിരുന്നു ഈ കവർച്ചാ സംഭവം. വർക്കലയിലെ വീട്ടിലാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. സോഹലി എന്ന നേപ്പാളി യുവതി 2 ആഴ്ചയ്ക്ക് മുൻപ് ഈ വീട്ടിൽ ജോലിക്കായി എത്തുന്നു. അതിനുശേഷം വീട് കൃത്യമായി നിരീക്ഷിക്കുകയും സ്വർണം വെക്കുന്നത് എവിടെയാണ്, പണം വെക്കുന്നത് എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം ഈ മോഷണ സംഘത്തിലെ അംഗങ്ങളെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇവർ എല്ലാം തന്നെ നേപ്പാൾ സ്വദേശികളാണ്. ഈ വീട്ടിൽ 3 സ്ത്രീകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ശ്രീദേവി അമ്മയുടെ മരുമകൾ ദീപ, കിടപ്പ് രോഗിയായ ശ്രീദേവി അമ്മയെ ശുശ്രൂഷിക്കാൻ എത്തിയിരുന്ന വെഞ്ഞാറമൂട് സ്വദേശിനി സിന്ധു. ഈ 3 പേരുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മിനിഞ്ഞാന്ന് രാത്രി ഇവർക്കുള്ള രാത്രി ഭക്ഷണത്തിൽ മയക്കുമരുന്ന് ചേർത്ത് നൽകിയത്. 3 അബോധാവസ്ഥയിലേക്ക് പോയതോടെ 11 മണിയോടെ സംഘാംഗങ്ങളെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ സമയം ദീപയുടെ ബാംഗ്ലൂരിലുള്ള ഭർത്താവ് വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നു. ഈ സമയം ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇതിൽ സംശയം തോന്നിയ അദ്ദേഹം വീടിനടുത്തുള്ള തന്നെ ബന്ധുവിനോട് തൻ്റെ വീട്ടിൽ പോയൊന്ന് നോക്കാൻ പറയുന്നു. അദ്ദേഹം വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ വാതിലുകളെല്ലാം തുറന്ന നിലയിലായിരുന്നു. ആ സമയം അവിടെ നിന്ന് ഒരാൾ ഓടിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അസ്വാഭാവികത തോന്നിയ അദ്ദേഹം ബഹളം വെച്ച് ആളുകളെ കൂട്ടി. തുടർന്ന് പരിശോധിക്കുമ്പോഴാണ് വീട്ടിൽ 3 സ്ത്രീകളും അബോധാവസ്ഥയിൽ കിടക്കുന്നത് മനസ്സിലാകുന്നത്. കൂടുതൽ ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടുകയും ചെയ്യുന്നു. ഇതിൽ നേപ്പാൾ സ്വദേശിയായ ഒരു കവർച്ചക്കാരൻ വീട്ടിലെ കമ്പിവേലിയിൽ കുരുങ്ങിക്കിടക്കുന്നു. ഇയാളുടെ കയ്യിലാണ് 35,000 രൂപയും സ്വർണവും ഉണ്ടായിരുന്നത്. അതായത് ഈ വീട്ടിൽ നിന്ന് കവർന്ന വസ്തുക്കൾ. ഇയാളെ ജനാർദ്ദന എന്നാണ് ഇയാളുടെ പേര്, ജനാർദ്ദന ഉപാധ്യായ. അപ്പോൾ തന്നെ പിടികൂടി പോലീസിലേൽപ്പിക്കുന്നു. പുലർച്ചെ 3 മണിയോടുകൂടി ഇപ്പോൾ മരിച്ച രാംകുമാർ തൊട്ടടുത്തുള്ള ഒരു വീടിന് സമീപം ഒളിച്ചിരിക്കുന്നത് നാട്ടുകാർ കണ്ടെത്തുകയും പോലീസിന് കൈമാറുകയും ചെയ്യുന്നു. ഇങ്ങനെ 2 പേരാണ് പിടിയിലായത്. സോഹലി ഉൾപ്പെടെ, അതായത് വീട്ടിൽ ജോലിക്ക് വന്ന നേപ്പാൾ സ്വദേശിയായ യുവതി ഉൾപ്പെടെ 3 പേർ ഇനിയും പിടിയിലാകാനുണ്ട്. വളരെ ആസൂത്രിതമായ ഒരു കവർച്ചയാണ് നടന്നതെന്ന് തിരുവനന്തപുരം റൂറൽ പോലീസ് പറയുന്നു. ഇവർ 2 ആഴ്ചത്തെ കൃത്യമായ നിരീക്ഷണവും മറ്റ് കാര്യങ്ങളുമെല്ലാം സാഹചര്യങ്ങളുമെല്ലാം പരിശോധിച്ച ശേഷമാണ് ഇത്തരമൊരു കവർച്ചയിലേക്ക് പോയത്. ഒരുപക്ഷെ ഈ വീട്ടിലുള്ളവരുടെ ജീവന് തന്നെ അപകടം സംഭവിക്കാമായിരുന്നു എന്ന ഒരു കണക്കുകൂട്ടൽ കൂടി പോലീസിനുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നെങ്കിൽ 4 പുരുഷന്മാരാണ് അവിടേക്ക് കടന്നു വന്നത്. ഒരുപക്ഷെ ജീവഹാനി വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഒരു പ്രതി ഇങ്ങനെ മരിച്ചിരിക്കുന്നു. കൂടുതൽ പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ്.